ദിവിഷ്, ഏതായാലും ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. അതിന് പ്രധാനമായും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അമ്മ ഷമിയുടെ മൊഴി എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏതായാലും അവർ അതിനുവേണ്ടി പ്രാപ്തയായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ഇന്നലെ കൊണ്ടുവന്നതിൽ നിന്നും ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും എന്താണ് ഈ വീട്ടിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി അറിയേണ്ടതുണ്ട്. കാരണം ആദ്യമേ ഈ മുത്തശ്ശിയാണ് കൊലപ്പെടുന്നത്. ആദ്യമേ ഉമ്മയെ ആക്രമിച്ച ശേഷമാണ് പിന്നീട് ആ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഇനി വരേണ്ടതുണ്ട്. അതിന് ഏറ്റവും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയൊരു നിർണായകമാവുക ഇന്ന് ഈ പ്രതിയുമായി നടക്കുന്ന ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ ഇപ്പോൾ ആശുപത്രിയിലുള്ള അമ്മയുടെ മൊഴിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളായിരിക്കും. ഏതായാലും ഈ കേസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സമീപകാലത്തൊന്നും തന്നെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ക്രൂരതയാണ് ആ വീട്ടിലും 3 വീടുകളിലായി നടന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം, പലപ്പോഴും അവർ ഇരിക്കുന്ന ഈ പ്രതിയുടെ അച്ഛൻ്റെ സഹോദരനൊക്കെ ഇരിക്കുന്ന ഒരു രീതിയിൽ തന്നെയായിരുന്നു. അതായത് ആരും ഈ തരത്തിൽ ഒരു കൊലപാതകം ഈ അഫാൻ നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അമ്മയായിക്കോട്ടെ, സഹോദരനായിക്കോട്ടെ, ഈ സുഹൃത്തായിക്കോട്ടെ, മുത്തശ്ശി ആയിക്കോട്ടെ, ആരും അങ്ങനെയൊന്നും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ പൊടുന്നനെ എന്താണ് ഈ പ്രതിയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആ ഒരു വൈരാഗ്യം എന്താണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നേരത്തെയൊക്കെ നമുക്കറിയാം, കൂടത്തായിലെ ആ ഒരു കൂട്ടക്കൊല, അതിനുശേഷം നന്ദൻകോട്ടെ കൂട്ടക്കൊല, അതിന് ശേഷം കേരളം കണ്ട് ഞെട്ടിയ ഒരു വലിയ ഒരു ക്രൂരത എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ഏതായാലും പോലീസ് അന്വേഷണത്തിൽ അതീവ നിർണായകമാവുക പ്രതിയുമായി നടത്തുന്ന ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ ഇവിടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അമ്മയുടെ മൊഴിയുമായിരിക്കും. ഈ 3 പേരെ ഇങ്ങോട്ടേക്ക് ഇന്നലെ കൊണ്ടുവന്നിരുന്നു. അഫാന്റെ സഹോദരനെയും അതോടൊപ്പം തന്നെ സുഹൃത്ത് ഫർസാനെയും അതോടൊപ്പം അമ്മയും. അമ്മയ്ക്ക് പോലീസ് അവിടെ ചെന്ന് പരിശോധിക്കുമ്പോൾ ജീവനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ഒപ്പം മറ്റ് 2 പേരെയും കൊണ്ടുവന്നിരുന്നു. അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അവർ മരിച്ചതായി ആശുപത്രിയിൽ നിന്ന് തന്നെ സ്ഥിരീകരണമുണ്ട്. പോലീസ് നേരത്തെ ആ കാര്യം ഉറപ്പിച്ചിരുന്നു. അതിനുശേഷം അവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഈ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അത് ഇനി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു ശാസ്ത്രീയമായ സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. ഏതായാലും ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് കോടതിക്ക് മുന്നിൽ നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ കോടതിയിൽ അത് ആ പ്രതിയുടെ ക്രൂരത സ്ഥാപിക്കണമെങ്കിൽ ആ പോസ്റ്റ്മോർട്ടമൊക്കെ വളരെയധികം ആവശ്യമാണ്. ശാസ്ത്രീയമായ രീതിയിൽ അത് പോലീസിന് തെളിയിക്കുന്നതിന് വേണ്ടി പോസ്റ്റ്മോർട്ടം വളരെയധികം പ്രധാനമാണ്. അതിനുവേണ്ടി മൃതദേഹങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും. ഒപ്പം തന്നെ അമ്മയുടെ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം പോലീസ് ഒരുപക്ഷെ ഇന്ന് നടത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. കാരണം അവർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഇത്രയും അധികം ക്രൂരത നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും അവർക്ക് ഇപ്പോൾ ഒരുപക്ഷെ അറിവുണ്ടാകില്ല. കാരണം അവർ അബോധാവസ്ഥയിലായിരുന്നു. മറ്റുള്ളവരുടെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യമൊന്നും അമ്മ ഷമിക്ക് ഇപ്പോൾ ഏതായാലും അറിയില്ല. പോലീസ് എത്തി വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാലേ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഈ പ്രതിയുടെ സമീപകാലത്തുള്ള സ്വഭാവങ്ങളെക്കുറിച്ച് ഒക്കെ ഒരു സ്ഥിരീകരണം പോലീസിന് ലഭിക്കുകയുള്ളൂ. ഏതായാലും ആരോഗ്യനില തൃപ്തിപ്പെട്ടതിന് ശേഷം മാത്രം പോലീസ് ഇങ്ങോട്ടേക്ക് എത്തി ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.